മക്കളെ, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിലെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ -Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഈ -Q എന്ന് പറഞ്ഞ ചാർജ് ഒരു +Q എന്ന് പറഞ്ഞ ചാർജ് കിടന്ന് വട്ടം കറങ്ങുകയാണ് എങ്കിൽ അതിൻ്റെ റേഡിയസ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിങ്ങനെ റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അവിടെ എന്ത് കൊടുക്കുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? പരിപാടി തുടങ്ങാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ചാർജ് ഉണ്ട്. ഒരു ചാർജ് ഇരിക്കുന്നത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലാണ്, അടുത്ത ചാർജ് ഇരിക്കുന്നത് അതിന് ചുറ്റും വട്ടം കറങ്ങുകയാണ്. ഇതിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ മക്കളെ? അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. mv² എന്താണ് മക്കളെ? R ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 1/4πε0 1/4πε0 Q². രണ്ടും എന്താണ്? സെയിം ചാർജ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്താണ്? Q തന്നെ ആയതുകൊണ്ട് Q² എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? R² ആണ്. ഓക്കെ അല്ലേടാ? നമുക്ക് R² ആറും വെട്ടിക്കളയാം. അവിടെ നമുക്ക് റേഡിയസിനെ കണ്ടുപിടിക്കാം. റേഡിയസ് R ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 1/4πε0 Q² ഡിവൈഡഡ് ബൈ mv² എന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ എന്തില്ല, ഇവിടെ m ഉണ്ട്, v² പകരം Q/v² ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കുന്നു. R ഈസ് ഈക്വൽ ടു 1/4πε0 Q/v² പിന്നെ ഒരു m ഉണ്ട്. ഇത് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാടാ. യെസ്, നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ പറയുന്നത്. അടിപൊളി ക്വസ്റ്റ്യൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയും വരാം. ഓക്കെ.